സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിന് അറുതിയില്ല. 2025 കാട്ടാന ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് 8 പേരാണ്. 2025 ഇതുവരെ കാട്ടാനാക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് 8 പേരാണ്. ജനുവരി 8-നാണ് വയനാട് പുൽപ്പള്ളിയിൽ കൊല്ലിവയൽ ഉന്നതിയിലെത്തിയ കർണാടക സ്വദേശിക്ക് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റത്. വിഷ്ണു റിസർവ് വനത്തിലൂടെ കബനി നദി കടന്ന് കർണാടകയിലേക്ക് പോകുന്ന വഴിയായിരുന്നു കാട്ടാനാക്രമിച്ചത്. രാത്രികാല പരിശോധനയിലുണ്ടായ വനപാലകർ ഉടൻ സ്ഥലത്തെത്തി വിഷ്ണുവിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിലെത്തിച്ചെങ്കിലും യാത്രാമധ്യേ മരണപ്പെട്ടു. നിലമ്പൂർ മൂത്തേടത്ത് കാട്ടാനാക്രമണത്തിൽ ഉച്ചകുളം ആദിവാസിയുന്നതിയിലെ സരോജിനിക്ക് ജീവൻ നഷ്ടമായി. പതിവ് പോലെ വനവിഭവങ്ങൾ ശേഖരിക്കാനിറങ്ങിയതാണ് സരോജിനിയും മറ്റു 4 പേരും. പെട്ടെന്ന് ആന വന്നത് പക്ഷേ ആരും കണ്ടില്ല. പിന്നീട് കൂടെയുണ്ടായിരുന്നവർ പൊന്തക്കാടിനുള്ളിൽ ഒളിച്ചു. സരോജിനി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ ആന ആക്രമിച്ചു. അതിൽ ഞാൻ പറയാം, എന്നെ കൊല്ലാൻ വന്നാണെങ്കിൽ ജിന്നെ കൊല്ല്, അല്ലെങ്കിൽ അങ്ങോട്ട് പോവാ പറഞ്ഞു ഞാൻ ആനോട്. അതിൽ ആനന്ത് കാട്ടി നേരത്തെ ഇന്നിരുന്ന് ആനന്ദീര് നേരാണ് അങ്ങനെ സംഭവമുണ്ട്. പിന്നെ ഇവിടെ കാണുന്നില്ല, മറ്റോളൊച്ച കേൾക്കുന്നുണ്ട്. ഞാൻ അപ്പോഴും ഞാനീ നിൽക്കണോടത്ത് നിൽക്കുക. തെരഞ്ഞു പോയി നോക്കുമ്പോൾ ഒരു മരക്കുറ്റിൻ്റെ അവിടെ ഒരു കുറ്റിയുണ്ട്, പിന്നെ വേങ്ങമരം, അതിൻ്റെ അപ്പുറത്തൊരു കൊമ്പ് വീണ് കിടക്കുന്നു. സരോജിനി താമസിക്കുന്ന ഉച്ചകുളം ആദിവാസി ഉന്നതിയിൽ നിന്നും 1/2 കിലോമീറ്റർ അകലെ മാത്രമാണ് ആക്രമണമുണ്ടായ ഇടം. സരോജിനിയുടെ മൃതദേഹവുമായി നാട്ടുകാർ അന്ന് പ്രതിഷേധിച്ചു. ഇടുക്കി മറയൂരാണ് ചമ്പക്കാട്ടിൽ വിമലൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ വെച്ച് കാട്ടാൻ ആക്രമിക്കുകയായിരുന്നു. വനമേഖലയിലേക്ക് തീ പടരാതിരിക്കാൻ ഫയർ ലൈൻ തെളിയിക്കുന്ന ജോലിക്കായി ഉദ്യോഗസ്ഥർക്കൊപ്പം പോകുമ്പോഴായിരുന്നു സംഭവം. 9 പേരടങ്ങുന്ന സംഘമാണ് വനത്തിനുള്ളിൽ പ്രവേശിച്ചത്. കള്ളിക്കാട് ഭാഗത്ത് വെച്ച് കാട്ടാനയുടെ മുൻപിൽ അകപ്പെടുകയായിരുന്നു. കൂടെയുള്ളവർ ഓടി രക്ഷപ്പെട്ടെങ്കിലും വിമലനെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റിയെറിഞ്ഞു. പണിക്ക് ആൾക്കാരുമായിട്ട് പോയത് ആന അവിടെ നിന്ന് പിടിച്ച് ചവിട്ടി കൊന്നത്. പിന്നെ പുള്ളിക്ക് ഒന്നും വയ്യാതെ അങ്ങനെ പോയി. ഇല്ലെങ്കിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്നാണ് ഞങ്ങൾ ഓർത്തത്. ചെറുതായിട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയിട്ടല്ലേ കാര്യം അറിയുന്നത്. നെഞ്ചിത്തിട്ടൊന്ന് ചവിട്ടി കാലൊക്കെ ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ വിമലനെ മറയൂരിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിന്നാലെ ഇതാ ഇന്നും ഇന്നലെയുമായി വന്ന കാട്ടാനാക്രമണത്തിന്റെ ഞെട്ടിക്കുന്ന വാർത്തകൾ. വയനാട് നൂൽപ്പുഴ കാപ്പാട് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മാനു എന്ന ആദിവാസി യുവാവ്. ഉന്നതിക്ക് തൊട്ടുതാഴെ വെച്ചായിരുന്നു കാട്ടാന ആക്രമണം. ഭിന്നശേഷിക്കാരിയായ മകൾ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ താങ്ങായിരുന്ന സോഫിയയുടെ മരണം ഒരു നാടിനാകെ വേദനയായി മാറുകയാണ്. കൊല്ലപ്പെട്ട സോഫിയ വന്യജീവി ശല്യത്തിന്റെ ഭീകരത വിവരിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സോഫിയ നാളുകൾക്ക് മുമ്പേ ദുരിതങ്ങൾ പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. 6000 ഏക്കർ പടർന്നുകിടക്കുന്ന TRNT എസ്റ്റേറ്റിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ കൊമ്പൻപാറയിലാണ് സോഫിയയും കുടുംബവും താമസമാക്കിയിരുന്നത്. അയൽവാസികളായി ആകെയുള്ളത് മറ്റു 2 കുടുംബങ്ങൾ. 3.5 കിലോമീറ്ററിലധികമുള്ള വിജനമായ റോഡിലൂടെ ആനയെ ഭയന്നുള്ള യാത്ര. ഭിന്നശേഷിക്കാരിയായ മകൾക്ക് സംരക്ഷണമൊരുക്കിയുള്ള യാത്രയ്ക്ക് ഉമ്മ സോഫിയയില്ലാത്തത് നികത്താനാവാത്ത നഷ്ടം. ഇവിടെ 3 വീടുകളാണ് മേളിൽ ഉള്ളത്. അതിൽ ഇവരും 3 പേര് മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് ഇവർ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം ആ കുടുംബത്തിന് വേണ്ടി ഉണ്ടാവണം. ഇനി ഇത് മറ്റൊരു ജീവൻ ഇവിടെ പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതെ ഞങ്ങളുടെയൊക്കെ ജീവനെയാണ് സംരക്ഷിക്കേണ്ടത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വേണ്ട ആ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ ഞങ്ങൾക്കുണ്ടാവണം. തിരുവനന്തപുരം പാലോട് വനത്തിനുള്ളിൽ ശാസ്താംനട സ്വദേശി ബാബു കൊല്ലപ്പെട്ടത് കാട്ടാനാക്രമണത്തിലെന്ന് സ്ഥിരീകരണം. പോലീസിന്റെയും വനം വകുപ്പിന്റെയും സംയുക്ത പരിശോധനയിലാണ് സ്ഥിരീകരണമുണ്ടായത്. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ഇതിന് ശാശ്വത പരിഹാരം എന്നുണ്ടാകുമെന്നാണ് ജനങ്ങളുടെ ചോദ്യം. ന്യൂസ് ഡെസ്ക് 24.